അനുമോളെയും ആദിലെയും വീണ്ടും ഒന്നിപ്പിക്കാൻ അനീഷ് ശ്രമിക്കുകയാണ്. പക്ഷേ അനുമോൾ അടുക്കുന്നില്ല. പിന്നെ ഇന്ന് ലക്ഷയുദ്ധം ടാസ്ക് വരികയാണ്. ആരാകും കൂടുതൽ പൈസ എടുത്ത് വിജയിക്കുക എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഡേ 88 രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. മോർണിംഗ് തന്നെ എല്ലാവരും അവരവരുടെ ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അനു ആരോടും തന്നെ മിണ്ടുന്നില്ല. അതിനുശേഷം നമ്മുടെ അനീഷും അനുമോളും മേക്കപ്പ് റൂമിൽ നിന്ന് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇന്നലെ നിങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ നടന്നു, ഓക്കെ അത് പോട്ടെ, പുതിയ ഫ്രഷ് സ്റ്റാർട്ടാണ്, പുതിയ ഡേ ആണ്, നിങ്ങൾ എന്ത് ചെയ്യണം, പുതിയൊരു തുടക്കമാണ്, ദിവസങ്ങൾ തീരാറായി, ഞാനും ഷാനവാസും തമ്മിൽ ഒത്തിരി പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്, നിങ്ങളും ഇതുപോലെ സോൾവ് ഔട്ട് ചെയ്ത് പോകണം എന്ന് അനുമോളോട് പറയണം. അപ്പോൾ അനു പറയുന്നുണ്ട്, ഞാനും ഇങ്ങനെയൊന്നും അല്ല കണ്ടത്, വലിച്ചിട്ട് കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, ഞാൻ ഇന്ന് വരെ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടോ, അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, നമ്മുടെ ഇടയിൽ പ്രശ്നമുണ്ടായാൽ അത് പറഞ്ഞു വേണ്ടേ തീർക്കാൻ, എനിക്ക് അധികം ഫ്രണ്ട്സൊന്നും പുറത്തില്ല, 2 പേരാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ളത്, അവരെന്നെക്കാൾ മൂത്തവരാണ്, അവരോട് മാത്രമേ ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളൂ, പിന്നെ ഞാൻ ആദിലയോടും നൂറയോടുമാണ് പറഞ്ഞത്, ഡ്രൈ ഡേ ഒക്കെ വരുമ്പോഴാണ് ഞാൻ മയക്ക മാറ്റി വെച്ചാണ് ഇവരോട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതെന്ന് അനുമോൾ പറയുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആദില അതുവഴി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ് അത് കാണുന്നുണ്ട്. അപ്പോൾ അനീഷ് ആദിലിനെ വിളിക്കുകയാണ്, ആദില ഇങ്ങോട്ട് വാ എന്ന് പറയുന്നു. അപ്പോൾ ആദില അങ്ങോട്ട് ചെല്ലുന്നു. ആദില പറയുന്നു, എന്ത്? അപ്പോൾ അനീഷ്, എന്താ തണുക്കുന്നോ? അപ്പോൾ ആദില, തണുക്കുന്നു. അപ്പോൾ അനീഷ്, എൻ്റെ കയ്യിലൊന്ന് തൊട്ട് നോക്ക്. അപ്പോൾ ആദില, തൊട്ട്. ചൂടുണ്ടോ? അപ്പോൾ ആദില, ചൂടുണ്ട്. കൈ പിടിച്ച് നോക്ക്. അപ്പോൾ ആദില പിടിച്ചു. ചൂടുണ്ടോ? ചൂടുണ്ട്. ഇനി അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് അനീഷ ആദിലേനെ പിടിച്ച് അവിടെ ഇരുത്തുന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം, നിങ്ങൾക്ക് തീർക്ക ഉദ്ദേശമില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആദില പറയുന്നു, ഈ പറയുന്ന പോലെ എന്തോ കണ്ടിട്ടാണ് അനുവിൻ്റെ കൂടെ നിൽക്കുന്നതെന്നാണ് അനു പറയുന്നത്, എന്താണെന്ന് അറിയണമല്ലോ, എന്താണെന്ന് അറിയാതെ പറഞ്ഞിട്ട് എന്താ കാര്യം, ഇന്നലെ പറഞ്ഞത് കണ്ടില്ലേ, ഫെയിം കണ്ടിട്ടാണോ, കാറ് കണ്ടിട്ടാണോ, വീട് കണ്ടിട്ടാണോ, ക്യാഷ് കണ്ടിട്ടാണോ എന്ന കാര്യം പറയണമല്ലോ. അപ്പം അനു, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അനു പറയുന്നു. ഞാൻ ഫെയിമിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആദിൽ പറയുന്നു, പിന്നെ എന്താണ് പറയാനുള്ളത്, അത് തന്നെയാണ് പറഞ്ഞത്, നമ്മൾ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് ആദില പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നത്, ഇത് പുതിയ തുടക്കമാണ്, സോൾവ് ഔട്ട് ചെയ്ത് പോകണം, ഞാനും ഷാനവാസുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്നാൽ നമ്മൾ വീണ്ടും സ്നേഹമുള്ളത് കൊണ്ടല്ലേ അങ്ങനെ പോകുന്നത്. അപ്പോൾ ആദില, പരസ്പരം സ്നേഹവും വിശ്വാസവും ഉള്ളത് തന്നെ ഇന്നലെ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്, നൂറയ്ക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അനുവും ഷാനവാസിക്കയുമാണ് എന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഈ പറയുന്ന പോലെ അവിടെ അനു എന്താണ് കാണിച്ചത്, അതുവരെ അതിശയിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അനു എന്താണ് കാണിച്ചത്, അതായത് എന്തോ അതിശയിപ്പിക്കുന്ന പോലെ എനിക്ക് അതിശയിപ്പിച്ചു എന്നൊക്കെ പറയലാണ് അനു ചെയ്തത്. ഇവൾ ഈ പറയുന്ന പോലെ ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം തരട്ടെ, പല ആവർത്തിയായി ഈ പ്രശ്നം നടക്കുന്നു എന്ന് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെ വിളിച്ചു പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഷാനവാസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഷാനവാസിനെയും അനീഷ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് അങ്ങോട്ട് വരുന്നു. അനീഷ് പറയുന്നു ഷാനവാസിനോട്, ഇവർ തമ്മിലുള്ള പ്രശ്നം സോൾവ് ഔട്ട് ആക്കേണ്ടേ ഷാനവാസ്. അപ്പോൾ ഷാനവാസ്, അത് അവർ തമ്മിലുള്ളതല്ലേ, അവർ സംസാരിച്ച് തീർക്കട്ടെ, എന്താണെന്ന് വെച്ചാൽ അവർ സംസാരിച്ച് തീർക്കട്ടെ, നമുക്കെന്ത് പറയാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമുണ്ടെങ്കിൽ അവർ തമ്മിൽ തീർക്കട്ടെ, നമ്മളൊന്നും മിണ്ടണ്ട എന്ന് ഷാനവാസ് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് നൂറ് അത് കൂടെ വരുമ്പോൾ നൂറേനെ വിളിക്കുന്നുണ്ട് ആദില. അപ്പോൾ നൂറെ വിളിക്കുമ്പോൾ അനു പറയുന്നു, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പ്രശ്നം ഇവിടെ നിന്ന് നിൽക്കണില്ല, ഇത് സോൾവ് ഔട്ട് ആവുന്നില്ല, ഇവർ 3 പേരും ഒന്നിക്കുന്നുമില്ല, ഇവർ വേർപിരിയലാണ് ലക്ഷ്യം എന്നാണ് തോന്നുന്നത്. ഇവർ 3 പേരും വേറെ ദിശയിലേക്കും വേർപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ നടന്നത് രാവിലെ വരെയുള്ളത്. പിന്നെ അതിനുശേഷമാണ് ഈ ടാസ്ക് വരുന്നത് കേട്ടോ. അതിനുശേഷമാണ് ടാസ്ക് വരുന്നത്, ബിഗ് ബാങ് വീക്ക് ടാസ്ക് വരികയാണ്. ലക്ഷയുദ്ധം എന്നാണ് ടാസ്കിൻ്റെ പേര് വരുന്നത്. നമ്മുടെ അനീഷാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത്. പ്ലാസ്മ ടിവിയുടെ മുമ്പിൽ വന്നിട്ട് ടാസ്ക് ലെറ്ററും കാര്യങ്ങളൊക്കെ വായിക്കുന്നു. അടിപൊളി ടാസ്ക്കാണ്. അതായത്
3.5 ലക്ഷം രൂപ ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു ടാസ്ക്കാണ്, ലക്ഷങ്ങൾ മറിയുന്ന ഒരു ടാസ്ക്കാണ്. അതായത് മലയാളം ബിഗ് ബോസിൽ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ ടാസ്ക് കൂടിയാണ് ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ബുദ്ധിപരമായി ഗ്രൂപ്പുകളൊക്കെ ചേർന്ന് കളിക്കാൻ പറ്റിയൊരു ടാസ്ക് തന്നെയാണ് ഈ ടാസ്ക് ഈ ടാസ്ക് എന്ന് പറയുന്നത് കുറച്ച് പോഡിയം വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് പെഡസ്റ്റലും കാര്യങ്ങളൊക്കെ 7 പെഡസ്റ്റലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ ഇവരുടെ ഫോട്ടോ ഒട്ടിച്ച ബോക്സുകൾ കാണും. അതായത് ഒരു അപ്പുറത്തായിട്ട് വേസ്റ്റ് ബിന്നും കാണും, അവിടെ വെച്ചിട്ടുണ്ടാകും. അതായത് 4 റൗണ്ടുകളാണ് ഇതിനകത്തുള്ളത്. ഓരോ റൗണ്ടിൽ 2-3 പേര് വെച്ച് പുറത്തു പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ അവസാനം 2 പേര് വരും. അവസാനം 2 പേര് വരും. അപ്പോൾ ഇതിൽ പുറത്താകുന്നത് ഇങ്ങനെയാണ്. ഇവരുടെ ഫോട്ടോ ഒട്ടിച്ച ബോക്സ് ഉണ്ടല്ലോ, ഏതായാലും വിധേന വേസ്റ്റ് ബിന്നിൽ എത്തിക്കുക, എന്നിട്ട് അവിടെ ഇടുക. അപ്പോൾ അവർ ഔട്ടാകും എന്നാണ് പറയുന്നത്. ഇതാണ് ടാസ്ക്. ഒരാൾക്ക് മാത്രമേ ക്യാഷ് കിട്ടത്തുള്ളൂ, അതായത് പൈസ കിട്ടത്തുള്ളൂ. ഇത് ഗ്രൂപ്പായിട്ട് വേണം അതായത് ഗ്രൂപ്പായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കളിക്കാം, അങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് അങ്ങനെ വേണമെങ്കിലും കളിക്കാം. അവരുടെ ഒരു ഇത് വെച്ച് അങ്ങനെ കളിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് അതിലത്തെ റൂൾസ് എന്ന് പറയുന്നത്, അതായത് സ്വന്തം പെട്ടി എടുക്കാൻ പാടില്ല, അതായത് സ്വന്തം ഇതെടുക്കാൻ പാടില്ല. പിന്നെ മറ്റുള്ളവരെ എടുത്തിട്ട് വേണം പുറത്താക്കാൻ എന്ന് പറയുന്നുണ്ട്. ഇതാണ് ടാസ്ക്. ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അത് പാളിപ്പോകുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് കളിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പരസ്പരം ചേർന്ന് കളിക്കാം. അതായത് പുറത്തെത്തുമ്പോൾ പിന്നെ ബാക്കി ക്യാഷ് കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്ത് വേണം കളിക്കാം. അപ്പോൾ അതായത് ഓരോ പെട്ടിക്കും 50,000 രൂപയാണ് വില. ആദ്യത്തെ റൗണ്ടിൽ ഒരാളെയാണ് ഔട്ടാക്കേണ്ടത്, പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ 2 പേര്, മൂന്നാമത്തെ റൗണ്ടിൽ ഒരാൾ, ലാസ്റ്റ് 4ാമത്തെ റൗണ്ടിൽ ഒരാളെ ഔട്ടാക്കുക. അങ്ങനെ ടാസ്ക് തുടങ്ങുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ റൗണ്ടിൽ നമ്മുടെ അനീഷാണ് പുറത്താക്കുന്നത്. അനീഷിനെ പുറത്താക്കുന്നത് സാബുവാനാണ് പുറത്താക്കുന്നത്. പ്രത്യേകിച്ചൊന്നും തന്നെ ഇതിനകത്ത് ചെയ്യാനില്ല. ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തിട്ടൊന്നും കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ടാസ്കിനകത്ത് കുറേ ടൈമൊക്കെ ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കളിക്കുന്നൊന്നും കണ്ടില്ല. ആദ്യഘട്ടത്തിൽ ടാസ്കൊക്കെ മനസ്സിലാവാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് സ്വന്തം ഫോട്ടോ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് ബസറടിക്കുമ്പോൾ. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇതല്ല പരിപാടി, ഞാൻ ഇത് റദ്ദാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് അത് റദ്ദാക്കുന്നു. എന്നിട്ട് ഒന്നുകൂടി കളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം പെട്ടി എടുക്കാൻ പാടില്ല, മറ്റുള്ളവരെടുത്ത് പുറത്താക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സാബുവൻ തന്ത്രത്തിൽ വന്നിട്ട് നമ്മുടെ അനീഷിൻ്റെ പെട്ടി എടുക്കുന്നു, അനീഷിനെ പുറത്താക്കുന്നു. തൊട്ടടുത്ത റൗണ്ട് കുറച്ച് നേരത്തിന് ശേഷമാണ് വീണ്ടും 2ാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ 2ാമത്തെ റൗണ്ടിൽ നമ്മുടെ ഷാനവാസിൻ്റെ പെട്ടി തന്ത്രപൂർവ്വം സാബുവൻ കയ്യിലാക്കുന്നു. എന്നിട്ട് വേസ്റ്റ് ബിന്നിലേക്ക് ഓടുമ്പോൾ ഷാനവാസ് മാക്സിമം എടുത്ത് പിടിച്ചു വയ്ക്കാൻ നോക്കുന്നു, പക്ഷേ ഷാനവാസിന് പറ്റുന്നില്ല. അങ്ങനെ ഷാനവാസ് 2ാമത്തെ റൗണ്ടിൽ ഷാനവാസ് ഔട്ടാവുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ അനുമോളും ഇതുപോലെ ഔട്ടാവുന്നുണ്ട്. അങ്ങനെ ഷാനവാസും അനുമോളും അനീഷുമാണ് ആദ്യ ഘട്ടത്തിൽ ഔട്ടായിരിക്കുന്നത്. 2 റൗണ്ട് അവസാനിച്ചപ്പോൾ ഈ 3 പേരാണ് ഔട്ടായിരിക്കുന്നത്. ഇനി 3ാമത്തെ 4ാമത്തെ റൗണ്ട് വരും. ഇപ്പോൾ ഇത്രയാണ് കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് നോക്കാം ആർക്കായിരിക്കും ഈ പണം കിട്ടുക, ആർക്കായിരിക്കും കൂടുതൽ ക്യാഷ് കിട്ടുക എന്നൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. ഇനി അവർ പ്ലാൻ ചെയ്ത് കളിക്കുമോ, അതായത് ഗ്രൂപ്പ് ചേർന്ന് കളിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. വരും മണിക്കൂറുകളെ കൂടുതൽ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.